മഹാലക്ഷ്മി സീരിയലിൻ്റെ മഹാ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കരുണയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒത്തിരി സന്തോഷം. ഓ, ഇന്നത്തോട് കൂടിയിട്ട് മകൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ച അവസാനിക്കാൻ പോകണമെന്ന് ആലോചിക്കുമ്പോൾ ഒരാശ്വാസമുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ അത് സംഭവിക്കും. ഗർഭിണിയായിട്ടുള്ള എനിക്ക് ഇവരൊന്നും ഉണ്ടാക്കി തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ ദുർഗയ്ക്കരികിലേക്ക് പോവുകയാണ്. എന്താടി, എന്താ എന്താ വേണ്ടത്? അല്ല, അമ്മ എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാനായിട്ട് വന്നതാ. കണ്ടുപഠിക്കാമല്ലോ. അല്ലാതെ അമ്മ എന്നെ സഹായിക്കാനായിട്ട് അനുവദിക്കില്ലല്ലോ. ആ, അനുവദിക്കില്ല. കാരണം നീ ഭക്ഷണത്തിൽ എന്തെങ്കിലും ചേർക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. പിന്നെ എൻ്റെ മോന് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഉണ്ണിയും കഴിച്ചോ. ഞാൻ എന്തായാലും അവന് വിളമ്പി കൊടുക്കാൻ പോകുന്നില്ല. കാരണം എൻ്റെ ഭർത്താവിൻ്റെ കൊലയാളിയുടെ മകളെയാണ് അവൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ആ ഒരു അനിഷ്ടം എനിക്ക് തീർന്നിട്ടില്ല. എന്തായാലും അവന് നന്നാവാനൊന്നും പോകുന്നില്ലെന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത്? അമ്മയുടെ പേരക്കുട്ടിയല്ലേ എൻ്റെ വയറ്റിൽ കിടക്കുന്നത്. ആ, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിച്ച് എനിക്ക് ഇപ്പം തന്നെ ടെൻഷൻ ആവുകയാണ്. കാരണം അച്ഛനും അമ്മയും നീയാണല്ലോ, നീയും നിൻ്റെ ഭർത്താവാണല്ലോ. രണ്ടുപേരും വിട്ട പുള്ളികളല്ല. എന്തായാലും അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരുപാട് അനുഭവിക്കും. പെണ്ണാണെങ്കിൽ പറയണ്ട, നിന്റെ സ്വഭാവമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടിയാണെന്ന്. ഓ, മുത്തശ്ശി അങ്ങനെ പറഞ്ഞോ? എങ്കിൽ പിന്നെ സത്യമായിരിക്കും. നിന്റെ മുത്തശ്ശിയല്ലേ പറഞ്ഞ്. മാറി നിൽക്കടി. ഇവിടെ നിന്നേ എൻ്റെ കലിപ്പ് കൂട്ടാതെ മര്യാദയ്ക്ക് കയറിപ്പോടി അകത്ത്, അല്ലെങ്കിൽ ഞാൻ ചൂലെടുത്ത് ആട്ടി വിടുമെന്നൊക്കെ പറയുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഈ സമയം കരുണയാണെങ്കിൽ ദുർഗയോട് പറയാണ്, അമ്മ ഇപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്ന അമ്മയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ സ്നേഹം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ആ, വേണ്ട, ആരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ മനസ്സിന് തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. വാർദ്ധക്യത്തിൽ മുടി നരച്ചു തുടങ്ങുമ്പോഴേ നീയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു. അപ്പോഴും കണ്ണനും മഹാലക്ഷ്മിയും മാത്രമേ ഉണ്ടാവൂ. അവരിത്രയും കാലം ദ്രോഹിച്ചതിന് എനിക്ക് വല്ലാത്ത കുറ്റബോധം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മ മാറിയതുപോലെ തന്നെ ഞാനും മാറിയെന്നേ. അതെന്താ അമ്മ മനസ്സിലാക്കാത്ത? ദേ, ഇവിടെ നിന്ന് വാചകടിക്കാതെ നീ പോയിക്കോ. നിനക്കൊരിക്കലും മാറാൻ കഴിയില്ലടി. കാരണം നിന്നെ വളർത്തി വഷളാക്കിയിരിക്കുന്നതേ നിന്റെ മുത്തശ്ശിയും നിന്റെ അച്ഛനുമാണ്. പിന്നെ നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചൂലെടുക്കണമെങ്കിൽ മര്യാദയ്ക്ക് പോടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ആട്ടിവിടുമ്പോൾ കരുണയാണെങ്കിൽ ദുർഗയെ തുറച്ചു നോക്കുന്നു. എന്താടി, നിനക്കെന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും പറയണമെന്നുണ്ടോ? ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞ അവളാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. ദേഷ്യത്തിൽ കുറച്ചു നേരം അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ മുകളിലെ നിലയിൽ നിന്ന് കണ്ണൻ വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവനാണെങ്കിൽ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഉണ്ണി മനസ്സിൽ ചിന്തിക്കണം, ഇന്നത്തെ രാത്രി അവൻ്റെ അവസാനത്തെ രാത്രിയാണ് ഈ വീട്ടിലെ എന്നൊക്കെ. അങ്ങനെ അമ്മയാവട്ടെ ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം മാർക്കോ കയറി വരുന്നുണ്ട്. അമ്മ വിളിച്ചതുപോലെ തോന്നി. ആ മോനെ, ഞാൻ നിന്നെ വിളിച്ചു. മഹാലക്ഷ്മിക്കും കണ്ണനും എന്തോ ഇന്ന് ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നത് പോലെ മനസ്സ് പറയുന്നു. അമ്മ എന്തായി പറയുന്നത്? ഞാൻ അവിടം വരെ പോണോ? വേണ്ട മോനെ, ഇപ്പം നീ പോണ്ട. എന്തായാലും മോൻ അമ്മയ്ക്കൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കും. അമ്മേ, അവിടെ കണ്ണൻ സാറിൻ്റെ അമ്മ മാറിയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സിദ്ധയായിട്ടുള്ള അമ്മയാണെങ്കിൽ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പറയുകയാണ്, അവർ മാറിയതിൽ ആത്മാർത്ഥതയുണ്ട്. പക്ഷേ ബാക്കി രണ്ട് വിഷജന്തുക്കൾ ആ വീട്ടിനകത്തുണ്ട്. അവരിപ്പോഴും കണ്ണനെയും മഹാലക്ഷ്മിയെയും വേട്ടയാടാനായിട്ട് കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. മോൻ്റെ ആവശ്യം വരും എന്ന് പറഞ്ഞ് മാർക്കോയോടും പ്രാർത്ഥിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ കണ്ണൻ ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം മഹിയുടെ ഫോൺ കോൾ വരുന്നുണ്ട്. ദേ, ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ആ, അതെനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചെന്ന് മഹി പറയുന്നു. കുഞ്ഞെന്തേ? ആ, ആള് നല്ല ഉറക്കത്തിലാ. ആ, വീഡിയോ കോൾ വരണോ കണ്ണേട്ടാ? വേണ്ടെന്നേ, റേഡിയേഷനും മറ്റും അടിക്കും. അതുകൊണ്ട് ഒത്തിരി മൊബൈലൊന്നും യൂസ് ആക്കണ്ട. നീ കിടന്നോ, ഞാൻ അത് രാവിലെ തന്നെ അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ ഫോൺ വെക്കുകയാണ്. പിന്നീട് അവൻ ഉറങ്ങാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഈ സമയം ഉണ്ണിയുടെ റൂമിലാവട്ടെ കരുണ കിടക്കുന്നുണ്ട്. പക്ഷെ ഉണ്ണിക്കാണെങ്കിൽ കിടക്കാനായിട്ട് തോന്നുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല. അങ്ങനെ ഉണ്ണി പറയാണ്, ഇന്നത്തോടെ അയാളുടെ അവസാനമാണ്. ഇത് ഒരിക്കലും പരാജയപ്പെടില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിയേട്ടാ, എന്താ എന്താ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എടി, എനിക്കിന്ന് കടന്നാലേ ഉറക്കം വരില്ല. ഉണ്ണിയേട്ടാ, അറിയാലോ, അവർക്ക് ദൈവത്തിൻ്റെ കാവലുള്ളതാ. ഏത് ദൈവം? നോക്ക്, ആ പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹമാണോ? അയാൾ മരിക്കുകയാണെങ്കിൽ ഞാൻ ആ വിഗ്രഹത്തിനെ പുഴയിൽ ഒഴുക്കി വിടും. ഏതെങ്കിലും മുക്കുവന്മാർക്ക് കിട്ടട്ടെ, അവരങ്ങ് ആരാധിക്കട്ടെ, എന്നിട്ട് അമ്പലം പണിയട്ടെ. അതുപോലെ ഒരുപാട് അമ്പലങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എന്നാലും എന്നാലും ഇല്ല. നോക്ക്, ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ആത്മവിശ്വാസം തകർക്കുന്നത് പോലെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഉണ്ണിയേട്ടാ, എന്നാലും ഞാൻ അമ്മയാവാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ്. ഉണ്ണിയേട്ടൻ എൻ്റെ ഭർത്താവാണ്. നമ്മുടെ ജീവിതം നോക്കേണ്ടേ? അമ്മയാകാൻ പോകുന്നത് നീയാണെങ്കിലേ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. അല്ലാതെ എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞു ഉണ്ണിയാണെങ്കിൽ കരുണയെ ആട്ടുകയാണ് ചെയ്യുന്നത്. പിന്നീട് കണ്ണൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് തൻ്റെ പൊന്നോമനയുടെ ഫോട്ടോസൊക്കെ തന്നെ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അത് നോക്കി ചിരിച്ചുകൊണ്ട് പതുക്കെ AC ഓൺ ചെയ്ത്
അങ്ങനെ കിടക്കുകയാണ്. വരാൻ പോകുന്ന വൻ ദുരന്തം അറിയാതെ. അങ്ങനെ സിദ്ധയായിട്ടുള്ള അമ്മ ഇപ്പോഴും പ്രാർത്ഥനയിലാണ്. പെട്ടെന്ന് മാർക്കോ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാനിന്ന് പോയിക്കോട്ടെ. വേണ്ട മോനെ, നീ ഇപ്പോൾ പോണ്ട. പക്ഷേ നിന്റെ ആവശ്യം വരും. നീ പോകുന്ന വഴിയിൽ നിനക്ക് ഒരാളെ സഹായിക്കേണ്ടി വരും. അമ്മ എന്തീ പറയുന്നത്? അതെ മോനെ, നീ ഇവിടെ ഇരിക്കേ, നിനക്ക് പോകാൻ സമയമായിട്ടില്ല. എന്തായാലും ഇന്നത്തെ രാത്രി അതൊരു നിർണായക രാത്രി തന്നെയാണ് എന്ന് പറഞ്ഞ് മാർക്കോയെ അമ്മ അവിടെ പിടിച്ചിരുത്തുകയാണ്. പിന്നീട് കടനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്നാണ് അവന് ചുമ വരുന്നത്. അവൻ വേഗം തന്നെ ശ്വാസം കിട്ടാതെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടും ശ്വാസം എടുക്കാനും കഴിയാതെ വരുന്ന സമയത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് പോവുകയാണ്. പെട്ടെന്നാണ് കണ്ണന് വീൽ ചെയറിൻ്റെ ഓർമ്മ വരുന്നത്. അവൻ തിരിച്ചു വന്ന് വീൽ ചെയർ എടുത്ത് അതിൽ കയറിയിരുന്ന് നേരെ പോകുന്നത് ഉണ്ണിയുടെ റൂമിലേക്കാണ്. ഉണ്ണിയാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. പക്ഷേ കണ്ണൻ വന്ന് ഉണ്ണി എഴുന്നേൽക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് പകുതി ശ്വാസം വലിച്ചുകൊണ്ട് വിളിക്കുന്ന സമയത്ത് കരുണ, ഉണ്ണിയേട്ടാ അതാ കണ്ണേട്ടൻ വിളിക്കുന്നു, ദേ വേണ്ടാതെ കിടന്നേ. അങ്ങനെ കണ്ണൻ മാക്സിമം തട്ടി വിളിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് ദുർഗ ആ ബഹളം കേട്ട് അങ്ങോട്ട് വരുന്നത്. മോനെ, എന്താ എൻ്റെ കൊച്ചിനെ പറ്റിയത്? ഡാ ഉണ്ണി തുറക്കട വാതിൽ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ദുർഗ വാതിൽ തട്ടി തുറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഈ അമ്മ വന്നെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ഉണ്ണി, കണ്ണിന് തീരെ വയ്യ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ പതുക്കെ വരുമ്പോൾ എടാ ഒന്ന് വേഗം നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാറൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുകയാണ്. പക്ഷെ ഉണ്ണി വളരെ പതുക്കെയാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ദുർഗ പറയുന്നുണ്ട്, എടാ ഞാൻ വരണോ? വേണ്ട വേണ്ട, അമ്മ ഇവിടെ നിന്നോ, കരുണോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ പോയിക്കോളാം. അങ്ങനെ ഉണ്ണി കാറ് എടുക്കുന്നില്ല. എടാ ഒന്ന് എടുക്ക്, കാർ എടുക്ക്, ഒന്ന് പോകാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കരുണയോട് ദുർഗ ചോദിക്കുന്നുണ്ട്, നീയൊക്കെ കൂടി എന്തെങ്കിലും ചെയ്തോടി എൻ്റെ കൊച്ചിനെ? ഈശ്വര, മരണവെപ്രാളായിരുന്നു അവനെ കാണുമ്പോൾ എനിക്ക് തോന്നിയത്. ഈശ്വര, ഒന്നും സംഭവിക്കരുതേ. മഹാലക്ഷ്മിയെ ഈ രാത്രി വിളിച്ച് പറയാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ വിളിച്ചിട്ട്. എന്തായാലും കരുണയ്ക്കാണെങ്കിൽ ആ കാഴ്ചകളൊക്കെ കണ്ട് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. പിന്നീട് വഴിക്ക് വെച്ച് ഉണ്ണിയാണെങ്കിൽ കാറ് കേടായതുപോലെ അഭിനയിച്ച് നിർത്തുകയാണ്. ഉണ്ണി വേഗം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടാ എന്നെന്ന് പറഞ്ഞുകൊണ്ട് കടൻ നിലവിളിക്കുമ്പോൾ കാറ് കേടായെന്നായിട്ടാ തോന്നുന്നത്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് മരിക്കടോ താൻ, താൻ മരിക്കടോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം കണ്ണനാണെങ്കിൽ ഡോറ് തുറന്ന് താഴത്തേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ അവിടെ കിടന്ന് മരിക്ക് എന്ന് പറഞ്ഞ് ശപിക്കുന്നു. പെട്ടെന്നാണ് കണ്ണൻ എഴുന്നേറ്റ് വന്ന് ഉണ്ണിയുടെ അടുത്തേക്ക് വരുന്നത്. ഉണ്ണിയാണെങ്കിൽ ആ കാഴ്ചകൾ കണ്ട് ആകെ ഷോക്കാവുന്നു. ഇയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമായിരുന്നോ? അപ്പോൾ ഇത്രയും കാലം ഞങ്ങളെ എല്ലാവരെയും മണ്ടന്മാരാക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉണ്ണി ചിന്തിക്കുകയാണ്. അങ്ങനെ ഉണ്ണി എന്നെ ഒന്ന് രക്ഷിക്കട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അടുത്തെത്തി ഉണ്ണിയെ പിടിക്കുന്ന സമയത്ത് ഡോ താൻ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ, പൊട്ടന്മാരാക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലത്തേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. ഈ സമയം കണ്ണനാണെങ്കിൽ നിലത്ത് ചെന്ന് വീഴുന്നതോ മാർക്കോയുടെയും ലോപ്പസിൻ്റെയും ബൈക്കിന് മുന്നിൽ. അങ്ങനെ അവരാണെങ്കിൽ ആ കാഴ്ച കണ്ട് ആകെ ഷോക്കാവാണ്. കണ്ണൻ സാറേ എന്ന് വിളിച്ചുകൊണ്ട് മാർക്കോയും ലോപ്പസും വേഗം തന്നെ കണ്ണനെ വാരിയെടുക്കുന്നുണ്ട്. സാറേ എന്ത് പറ്റി? ലോപ്പസെ വേഗം വണ്ടി എടുക്കടാ, കണ്ണൻ സാറിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. അങ്ങനെ ലോപ്പസ് ആണെങ്കിൽ കണ്ണനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം മാർക്കോയാണെങ്കിൽ ഉണ്ണിയോട് ചോദിക്കുകയാണ്, എന്തിനാടാ നീ കണ്ണൻ സാറിനെ തള്ളിയിട്ടത്? ഏയ് ഞാൻ തള്ളിയിട്ടിട്ടില്ല. എന്താടാ കണ്ണൻ സാറിന് പറ്റിയത്? ഏയ് എനിക്കറിയില്ല, ഏട്ടൻ പെട്ടെന്ന് എന്തോ ശ്വാസം കിട്ടാതെ അങ്ങനെ, എന്നിട്ടെന്താ നീ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് പെട്ടെന്ന് കാറ് കേടായി, ലോപ്പസ് എടുത്തപ്പോൾ കാറ് കേടില്ലല്ലോ. എന്തായാലേ നീ ഒരു കാര്യം ചെയ്യേ, വാ എൻ്റെ കൂടെ വാ. എങ്ങോട്ടാ മാർക്കോ? ഞാൻ എങ്ങോട്ടുമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ വാ, എന്തായാലും കണ്ണൻ സാർ നടന്നു തുടങ്ങിയ സത്യം നീ അറിഞ്ഞല്ലേ, ഞാൻ പറയുന്നിടത്തേക്ക് നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ ഉണ്ണിയെ കൊണ്ട് ആ ബുള്ളറ്റ് എടുപ്പിക്കുകയാണ്. അങ്ങനെ ഉണ്ണി സ്റ്റാർട്ട് ചെയ്ത് മാർക്കോയും കയറ്റി പോകുന്നുണ്ട്. അങ്ങനെ കണ്ണനെ ICUലേക്ക് കയറ്റുകയാണ്. ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോട് കൂടിയിട്ട് കണ്ണൻ ശ്വസിക്കാൻ തുടങ്ങുന്നു. ഈ സമയം ലോപ്പസ് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, സാർ എന്താ പറ്റിയതെന്ന്. അത് വിഷവാതകം ഉള്ളിൽ ചെന്നിരിക്കുകയാണ്, എന്തായാലും 2-3 മണിക്കൂർ ഒബ്സർവേഷനിൽ വെക്കണം എന്ന് പറയുമ്പോൾ ലോപ്പസ് ആണെങ്കിൽ ആകെ ഷോക്കാവും. ഈ സമയം മാർക്കോയാണെങ്കിൽ ഉണ്ണിയുമായിട്ട് ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ഉണ്ണിയെ കണ്ണൻ തള്ളിയിട്ടതുപോലെ തന്നെ തള്ളിയിടുന്നുണ്ട്. മാർക്കോ, നീ എന്തിനാ എന്നെങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇങ്ങനെയല്ലടാ നീ കണ്ണേട്ടനെ തള്ളിയിട്ടത്. അല്ലെന്നേ, ഞാൻ കണ്ടതാണ്. ദേ കണ്ണൻ സാർ നടന്നു തുടങ്ങിയ വിവരം നീ അറിഞ്ഞു. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ? സ്വന്തം അച്ഛനെ കൊന്ന ആളുടെ മോളെ നീ വിളിച്ചിട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് ഒരു ദേഷ്യവും അവരോടൊന്നുമില്ല. പക്ഷെ കുടുംബത്തെയും നിന്നെയും തീറ്റിപ്പോറ്റി വളർത്തുന്ന നിന്റെ ഏട്ടനോട് മാത്രം നിനക്ക് ദേഷ്യം. കണ്ണൻ സാറും മഹാലക്ഷ്മിയും എന്റെ സ്വന്തം പെങ്ങളും ആങ്ങളെയും പോലെയാടാ. ദേ നോക്ക്, നീയാണെങ്കിൽ ഏട്ടനെ കൊല്ലാൻ നടക്കുന്ന ഒരു അനിയനാണ്. പക്ഷെ ആ സാർ എന്നെ കാണുന്നതേ നിന്റെ സ്ഥാനത്താണ്, സ്വന്തം അനിയനായിട്ട്. ആ ഏട്ടനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഞാൻ സഹിക്കില്ല. ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ അവർക്കൊന്നും സംഭവിക്കാനും വിടില്ല.
എന്താടാ സംഭവിച്ചത്? മര്യാദയ്ക്ക് പറയടാ. എങ്ങനെയാടാ കണ്ണൻ സാറിനെ നീ കൊല്ലാൻ നോക്കിയതെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ മാർക്കോ, ഞാനൊന്നും ചെയ്യാൻ നോക്കിയിട്ടില്ല നീ. ശരി, ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കാം. പക്ഷെ കണ്ണൻ സാറിനും മഹാലക്ഷ്മി മാഡത്തിനും ഒന്നും സംഭവിക്കില്ല. കാരണം അവർക്കൊക്കെ ദൈവത്തിന്റെ കാവലുണ്ടടാ. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം. എന്നിട്ടേ എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ ജീവനോടെ പോകത്തില്ല. ഇന്നത്തെ രാത്രിയായിരിക്കും നിന്റെ അവസാനത്തെ രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ ഒരു കയറെടുത്ത് ഉണ്ണിയെ കെട്ടിയിടാനായിട്ട് നോക്കുമ്പോൾ ഉണ്ണി ബലം പിടിക്കണം. എടാ, ബലം പിടിച്ചാലുണ്ടല്ലോ ഈ കൈ ഞാൻ കണ്ടിച്ചു കളയും എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ ഭീഷണിപ്പെടുത്തി കസേരയിൽ അങ്ങനെ കെട്ടിയിടുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നിന്നെ എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു മാർക്കോ അവിടെ നിന്നും പോകും. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന മാർക്കോയാണെങ്കിൽ ലോപ്പസിന്റെ അടുത്തുനിന്ന കാര്യങ്ങളൊക്കെ അറിയണം. അതായത് കണ്ണൻ ഇപ്പോ അപകടനില തരണം ചെയ്തുവെന്നും വിഷവാതകം ശ്വസിച്ചാണ് ഇത്തരത്തിലൊരു അപകടം പറ്റിയതെന്നൊക്കെ. എങ്കിൽ പിന്നെ ആ അമ്മയും മരുമകളും മകനും തന്നെയായിരിക്കും ഇതിന് പിന്നിൽ. കണ്ണൻ സാറിനെ സ്നേഹിച്ച് കൂടെ നിർത്തിയിട്ടുള്ളതാണല്ലോ അവരുടെ അമ്മ. അവർക്കും ഇതിലൊരു പങ്കുണ്ടാവും. അല്ല അല്ല മാർക്കോ, ഉണ്ണിയെ വെറുതെ വിട്ടോ? ഇല്ല, അവനെ ഞാൻ എന്റെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. അവനെ ഞാൻ ശരിക്കൊന്നും കാണുന്നുണ്ട്. എന്തായാലും ആ അമ്മയ്ക്കും മോൾക്കും നല്ലൊരു തിരിച്ചടി ഞാൻ കൊടുക്കുന്നുണ്ട്. കാണാൻ പാടാത്ത കാഴ്ച ഞാൻ അവരെ കൊണ്ട് ഇന്ന് കാണിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് മാർക്കോ പൊട്ടിത്തെറിക്കുകയാണ്. എന്തായാലും കണ്ണൻ സാർ നടന്നു തുടങ്ങിയ വിവരം ഉണ്ണി അറിഞ്ഞിരിക്കുന്നു. ഒരുപാട് തവണ ഞാൻ സാറിനോട് പറഞ്ഞതാണ് വീൽ ചെയറിന്റെ സഹായം വേണോ എന്ന്. പക്ഷേ ഇനി ആരോഗ്യത്തോടെ വരുന്ന സാർക്ക് അതിന്റെ ആവശ്യമില്ല. ശത്രുക്കൾ സത്യങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഉണ്ണി തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് ആരോഗ്യവാനായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാർക്കോയാണെങ്കിൽ ലോപ്പസിനോട് സംസാരിക്കുന്നു. ഈ സമയം വീട്ടിലാവട്ടെ ദുർഗ ആകെ ടെൻഷൻ അടിക്കുകയാണ്. ഉണ്ണിയുടെ മൊബൈൽ ആണെങ്കിൽ മാർക്കോയുടെ കയ്യിലായതുകൊണ്ട് തന്നെ അത് റിങ് ചെയ്യുന്നില്ല. ഈ ഉണ്ണി എന്താ ഫോൺ എടുക്കാത്ത എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ സ്വയം പറയുമ്പോൾ കരുണയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. എന്താ അമ്മയുടെ ഒരു ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി വിളിച്ചറിയിക്കാനായിട്ട് കഴിയില്ലല്ലോ. ഇനിയിപ്പോ ഉണ്ണി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കാണില്ലേ? അമ്മേ, ഉണ്ണിയേട്ടൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കാണും. അതെങ്ങനെ നിനക്കറിയാം? അവനല്ലേ ആള്. സ്വന്തം കൂടപ്പറപ്പിനോട് ഒരു സ്നേഹമില്ലാത്ത ആളാണ് ഈ ഉണ്ണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നു. വീണ്ടും ഉണ്ണിയുടെ ഫോണിലേക്ക് വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് മഹാ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡ്.